നേരത്തെ ഇന്നലെ നമ്മൾ പറഞ്ഞാണ് കാസ എന്ന സംഘടന എങ്ങനെ പ്രവർത്തിക്കുന്നു. അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെയാണ് വലിയ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു വലിയ സംഘടനയല്ല എന്നൊക്കെ രൂപത്തിൽ പറയാമെങ്കിലും അതിനെ പ്രധാനപ്പെട്ട പുരോഹിതരൊക്കെ തള്ളിക്കളയുന്നുണ്ട്. എങ്കിലും അത് ഉണ്ടാക്കുന്നൊരു ആശയ ലോകമുണ്ട്. അത് വല്ലാത്ത രീതിയിൽ വിപുലപ്പെടുന്നു എന്നുള്ളത് ഭയപ്പെടേണ്ട കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ ഈ സഭകൾ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നുണ്ട് ഒരു കാര്യം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പറയുന്നുണ്ട്, ഈ സംഘപരിവാറിന്റെ ബുദ്ധിയിൽ പിറന്ന കേരള സ്റ്റോറിക്ക് കൂടുതൽ പ്രചാരം കൊടുക്കുന്നതിന് പിന്നിൽ പ്രത്യേക ഉദ്ദേശ്യമുണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെ ഈ രൂപത്തിൽ പറയുന്നതല്ലാതെ ഇതിപ്പോൾ കോൺഗ്രസ് ആയാലും CPM ആയാലും ഈ തരത്തിൽ പ്രവർത്തിക്കുന്നവരെ, അതായത് സംഘികൾക്കെതിരെ വിമർശനം എന്ന് അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ വിമർശനം എന്ന് പറയുന്നത് പോലെ തന്നെ ക്രിസംഘികളെയും ആ രൂപത്തിൽ വിമർശിക്കേണ്ടതാണ് എന്ന രൂപത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ എത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈ സിനിമയെ വിമർശിക്കുമ്പോഴും ഈ സിനിമ പ്രദർശിപ്പിക്കുന്നവരെ കൂടി വിമർശിക്കേണ്ടതുണ്ട്. അതിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. കാരണം ഈ കാസ പോലുള്ള സംഘടനകൾ പറഞ്ഞത് പലതും നടപ്പാക്കിയിട്ടുണ്ട്. ഒരു മുൻപ് ഹലാൽ വിവാദം വലിയ രീതിയിൽ ഇവർ കൊണ്ടുവരികയും ക്രിസ്ത്യാനികൾ അല്ലാത്തവരുടെ കടയിൽ നിന്ന് കേക്ക് പോലും വാങ്ങരുത് എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയൊക്കെ ചെയ്യുക, ആഹ്വാനം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ രൂപത്തിലൊക്കെ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ വല്ലാതെ വിപുലമായൊരു ആശയലോകം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സഭകൾ വലിയ രീതിയിൽ തന്നെ ഗൗരവത്തിൽ തന്നെ ആലോചിക്കുകയും അതിന്മേലൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതുമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ചൂണ്ടയിൽ ഏതായാലും കുത്തിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾക്കിടയിലും വിവാദ സിനിമയായ ദ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യുകയാണ് ദൂരദർശൻ. ഇപ്പോൾ സിനിമയുടെ സംപ്രേഷണം തടയണമെന്നാവശ്യപ്പെട്ട ഇടതുപക്ഷവും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിൽ ഇരിക്കവെയാണ് സിനിമ സംപ്രേഷണം ചെയ്തിരിക്കുന്നത്. അതേസമയം സംപ്രേഷണം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. പ്രസാർ ഭാരതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. BJP അടിസ്ഥാനപരമായി കേരള വിരുദ്ധ പാർട്ടിയാണെന്ന് തെളിയിച്ചതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാത്രമേ ഇത് കാണേണ്ടതുള്ളൂ. ഇത് നേരത്തെ തന്നെ വന്ന സിനിമയാണല്ലോ എന്നൊരു വാദം ഇവിടെ പറയുന്നത് കേട്ടു. അത് കർണാടക തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലായിരുന്നു. ആ ഘട്ടത്തിൽ ഈ സിനിമയെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അമിത്ഷാ അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അവിടേക്ക് നോക്കൂ, കേരളത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ട്. മോദിയും ഈ സിനിമയെ പുകഴ്ത്തിക്കൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. UPയും മധ്യപ്രദേശും പോലുള്ള സംസ്ഥാനങ്ങളിൽ സിനിമയുടെ നികുതി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കള്ളക്കഥ 3ഉം 32,000 തമ്മിലുള്ള വ്യത്യാസം അത് കോടതിയിലെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ആ ടീസറിൽ നിന്ന് 32,000 എടുത്തു കളയുന്നു. മാത്രമല്ല, ഇദ്ദേഹം ഈ സുദീപ്തോ സെൻ, അദ്ദേഹം ഒരു വലിയ സിനിമാ സംവിധായകനൊന്നുമല്ല, കലാമൂല്യമുള്ള സിനിമയുമല്ല ഇത്. സിനിമയിൽ പൂർണ്ണമായും ഒരു വിഭാഗത്തെ, ന്യൂനപക്ഷത്തെ, മുസ്ലിം ന്യൂനപക്ഷത്തെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നു. കേരളത്തിലെ ചില പ്രദേശങ്ങളെ തീവ്രവാദികളുടെ സ്ഥലമായി ചിത്രീകരിക്കുന്നു. മലപ്പുറം, കാസർഗോഡും ഒക്കെ എടുത്തു പറയുകയാണ്. അതുപോലെ സാധാരണഗതിയിൽ മുസ്ലിം പെൺകുട്ടികളും അല്ലെങ്കിൽ മുസ്ലിം കുടുംബങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ പ്രാർത്ഥന അവിടെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോമ്പുതുറയുടെ ഭാഗമായിട്ട് ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ തീവ്രവാദത്തിൻ്റെ ഒരു ലാഞ്ചനയോട് കൂടി അവതരിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ മുസ്ലിം വീടുകളിലേക്ക് പോകുമ്പോഴൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുകയാണെന്ന് പറയുക, അല്ലെങ്കിൽ നോമ്പുതുറയുടെ ഭാഗമായി ഇതൊക്കെ വേറെ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അതുപോലെ തട്ടമിട്ട പെൺകുട്ടികളെ കാണുമ്പോൾ നിങ്ങൾ കോഴിക്കോട് നിന്നാണോ മലപ്പുറത്തുനിന്നാണെന്ന് പ്രത്യേകം ചോദിച്ചു പറയുക. അപ്പോൾ ഒരു പ്രദേശത്തെ അങ്ങനെ തീവ്രവാദത്തിൻ്റെ ഇതിലേക്ക് കൃത്യമായി ലേബൽ ചെയ്തു വെക്കുന്ന ഒരു സിനിമ. കണക്കുകൾ കള്ളം പറയുന്നു. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് പ്രതികരിച്ചു, CPM പ്രതികരിച്ചു. പക്ഷേ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു വിഷയം ഇതാണ്: എന്തുകൊണ്ട് അന്ന് ഈ സിനിമ ബാൻ ചെയ്തില്ല? അന്ന് വന്ന ഘട്ടത്തിൽ പശ്ചിമ ബംഗാൾ സിനിമ ബാൻ ചെയ്തു, തമിഴ്നാട്ടിൽ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പിൻവലിച്ചു. അവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ തുടർന്നാണ് പിൻവലിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ബാൻ ചെയ്തില്ല എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ബാൻ ചെയ്യേണ്ടതില്ല, അതിനെതിരെ പ്രതികരിക്കുക എന്നതാണ് നിലപാടെന്നാണ് അന്ന് CPM പറഞ്ഞത്. പക്ഷേ അത് തന്നെ ഇപ്പോൾ BJP എടുത്തുകൊണ്ട് പറയുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യമായി ഈ തീവ്ര നിലപാട് അവതരിപ്പിക്കുന്നതിനെ, വിഷലിപ്തമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കുത്തിവെക്കുന്നതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി പറയുകയാണ്. ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല, അത് ആദ്യം പറയാമല്ലോ. സിനിമ ഞാൻ കണ്ടിട്ടില്ല. സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ചർച്ചകൾ, ആ ചർച്ചകൾക്ക് ഒരു സമാന സ്വഭാവമുണ്ട്. കാരണം ഈ തരത്തിൽ സംഘപരിവാറിനെ വിമർശിക്കുന്ന, അത് ഡോക്യുമെൻ്ററി ആയാലും സിനിമയായാലും അതിനോട് എടുക്കുന്ന ഒരു പൊതു സമീപനമുണ്ട്. ആ സമീപനം നമ്മൾ BBC ഡോക്യുമെൻ്ററി ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് രണ്ട് ഘട്ടങ്ങളായി ചെയ്തിരുന്ന ആ ഡോക്യുമെൻ്ററിക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട്, ഒരു രസകരമായ കാര്യം, ഇതിപ്പോൾ വലിയ രീതിയിൽ എമ്പുരാൻ വന്ന ഘട്ടത്തിൽ ഈ സിനിമയെ ആഘോഷിച്ചുകൊണ്ട് ആദ്യം പോസ്റ്റ് ഇട്ടു. എമ്പുരാൻ വരുന്നു. കാരണം മോഹൻലാൽ എന്ന നടൻ നാടിൻ്റെ നടനാണ്. മോഹൻലാലിന് ഒരുപാട് ആരാധകർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സംഘപരിവാറിലുള്ള ഒരു മോഹൻലാലിനെ ആ തരത്തിൽ ആരാധിക്കുന്നവർ എമ്പുരാൻ വരുന്നു, കാണാൻ പോകുന്നു എന്നുള്ള മട്ടിൽ പോസ്റ്ററുകൾ ഇട്ടു. അതിനുശേഷം അത് പിൻവലിക്കേണ്ടി വരുന്നു. ഞാനിതാ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ള പോസ്റ്ററുകളാണ് പിന്നെ കാണുന്നത്. പിന്നെ ഇപ്പോൾ മോഹൻലാലിനെ ചുരുക്കമേ ഉള്ളൂ മോഹൻലാലുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മേജർ പദവി എടുത്തു കളയണം. നമുക്കറിയാം, അദ്ദേഹത്തെ BJPയുടെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ BJP അനുഭാവമുള്ള ഒരു നടനായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം. അദ്ദേഹം നാടിൻ്റെ നടനാണ്. എല്ലാവരുടെയും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു നടൻ അല്ലെങ്കിൽ നിർമ്മാതാവ് എന്ന നിലയ്ക്കൊന്നും അദ്ദേഹത്തിന് ആരെയും പിണക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു മിഡിൽ പാത്താണ് അദ്ദേഹം എടുക്കുന്നുണ്ടാവും. പക്ഷേ അദ്ദേഹം നമ്മുടെ ആളാണ് എന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ട് ഈ BJPയുടെ കാലത്ത് അദ്ദേഹത്തിന് മേജർ പദവി കൊടുത്തത്. അപ്പോൾ അത് തിരിച്ചെടുക്കണം എന്നടക്കമുള്ള അഭിപ്രായങ്ങളോട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടാണ് അതിരൂക്ഷമായ, വളരെ മോശമായ പരാമർശം. കാരണം പൃഥ്വിരാജ് ദേശവിരുദ്ധനാണ്, രാജ്യദ്രോഹിയാണ്, തീവ്രവാദിയാണ്. അദ്ദേഹം ഏതാണ് സിനിമ
ജനഗണമനയോ? അല്ലല്ല, അദ്ദേഹം വിദേശത്ത് പോയി മറ്റേ ബെന്യാമിന്റെ കഥ, ക്ഷമിക്കണം, ആടുജീവിതത്തിന്റെ ഷൂട്ടിന് പോയപ്പോഴാണ് അദ്ദേഹത്തിന് ISSയുമായി ബന്ധമുണ്ടായിട്ടുണ്ട് എന്ന രൂപത്തിലൊക്കെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് ചിന്തിക്കാനും കാര്യങ്ങൾ പഠിക്കാനും കാര്യങ്ങളെ കാണാനും ഒക്കെ ഉള്ള കാര്യം 2002 എന്ന് പറയുന്ന അത്ര പഴയ ചരിത്രമൊന്നുമല്ല, 21 വർഷമേ ആയിട്ടുള്ളൂ. നമ്മളൊക്കെ കണ്ടിട്ടുള്ള കാലമാണ്. ഞാനൊക്കെ അത് പണിയെടുക്കുന്നതുകൊണ്ടിരുന്ന കാലത്താണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ജോലി തുടങ്ങിയിരിക്കുന്ന കാലത്താണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഇതിൽ കളവെന്ന് പറയുന്നത്? ഈ പറയുന്ന ഒരു പേര്, ആ പേര് ഈ ബാബു ബജ്രംഗി എന്ന അതേ രൂപത്തിലാണ് ആ പേര് പറയുന്നത്. അതില് കഥാപാത്രം അല്ല, അവസാനത്തെ ടൈറ്റിൽ മാത്രം എന്തോ ഒരു ബാബു ബജ്രംഗി എന്നുള്ളൊരു വാക്കുണ്ട്. അത് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ശബ്ദം മ്യൂട്ട് ചെയ്യുന്നു, ചില കാര്യങ്ങൾ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ? ജനങ്ങൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനും ഇവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനും ഒക്കെയുള്ള ഒരു കഴിവൊക്കെ ഉണ്ട്. ഇപ്പോൾ BJP ആയാലും വേറൊരു രൂപത്തിൽ അതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരല്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം RSSന്റെ ലേഖനത്തെ തള്ളിക്കളയുന്നുമില്ല. RSSന്റെ ലേഖനത്തെ തെറ്റാണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ലേഖനത്തിൽ വളരെ വളരെ എന്താ പറയുക, പൃഥ്വിരാജ് എന്ന ഒരു സിനിമാ നടൻ, സിനിമാ സംവിധായകൻ, നിർമ്മാതാവ് ഒരു രാജ്യദ്രോഹിയാണ്. അത് ദേശവിരുദ്ധമായ കാര്യങ്ങളാണ്. ദേശത്ത് നടന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ദേശവിരുദ്ധമാകുന്നത്? രണ്ട് വിഭാഗത്തെ ഇവിടെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഭിന്നിപ്പിച്ച സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി സിനിമ കാണാൻ പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത. ഇതിൽ ഇടതുപക്ഷത്തെയും വിമർശിക്കുന്നുണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് റഹീം ഒരു ബൈറ്റിൽ പറയുന്നുണ്ട്, എനിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ആ സിനിമയിലുണ്ട് എന്ന് വെച്ചാൽ സിനിമ വരരുത് എന്നല്ല. നമുക്ക് യോജിക്കാത്ത കാര്യങ്ങളിൽ നമുക്ക് എതിർപ്പ് പറയാം, ഇതൊരു അഭിപ്രായ വ്യത്യാസം പറയാം. അഭിപ്രായ വ്യത്യാസം പറയുന്നതും ഈ തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നതും രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ അതിനെ കേരളം ആ രൂപത്തിൽ തന്നെ കാണും. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഈ കാലത്ത് ഈ 2025 ഇങ്ങനെയൊരു സിനിമ ചെയ്യാൻ കാണിച്ച ധൈര്യത്തിന് ഞാൻ ടീം പൃഥ്വിരാജിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.